രാജാവും രാജകുമാരിയും ഉള്ള കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ളവരാണല്ലോ നമ്മളിൽ പലരും. അതുപോലുള്ള ഒരു കഥയാണ് സ്ലീപ്പിംഗ് ബ്യൂട്ടി. ഈ രസകരമായ കഥയൊന്ന് കേട്ടു നോക്കൂ. കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ടൈനീസ് എന്ന രാജ്യത്തിലെ രാജാവാണ് ടൈംസ്. പ്രജാസ്നേഹിയായിരുന്ന അദ്ദേഹത്തെ ആ രാജ്യത്തിലുള്ള എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. എന്തിനു പറയാൻ, തൊട്ടടുത്തുള്ള സോളൻ രാജ്യത്തിലെ രാജാവിന് പോലും അദ്ദേഹത്തെ വളരെ ഇഷ്ടമായിരുന്നു. ടൈംസ് രാജാവിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് സോളൻ രാജ്യത്തിലെ രാജാവായ അലക്സ് തന്റെ പ്രിയമകളെ ടൈംസ് രാജാവിന് വിവാഹം ചെയ്തു കൊടുത്തത്. അലക്സ് രാജാവിന്റെ മകൾ ഫ്ലോറല്ലെ ആകട്ടെ അതീവ സുന്ദരിയും നല്ല ശബ്ദത്തിനുടമയുമായിരുന്നു. ഫ്ലോറല്ലയുടെ പാട്ടിൽ കൊട്ടാരത്തിലെ പരവതാനി പോലും ലയിച്ചു പോകാറുണ്ടെന്ന് സോളൻ രാജ്യത്തിലെ ആളുകൾ പറയാറുണ്ട്. ഒരു വസന്തകാലത്താണ് ടൈംസ് രാജാവിന്റെയും ഫ്ലോറല്ലയുടെയും വിവാഹം നടന്നത്. പ്രജകൾ എന്നും ഓർക്കുന്ന ഒരു ഗംഭീര വിവാഹമായിരുന്നു അത്. കടലിനോട് ചേർന്ന് 1000 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഫ്രെൻഡ എന്ന ടൈനീസിലെ തന്നെ പ്രശസ്തമായ ഗാർഡനിൽ വെച്ചായിരുന്നു ഇവരുടെ വിവാഹം നടന്നത്. വെള്ളച്ചാട്ടവും റോസാ കൊണ്ട് ഫ്രെൻഡ ഗാർഡൻ മനോഹരമാണ്. അവിടെ നിന്നാണ് ടൈംസ് രാജാവിന്റെയും ഫ്ലോറല്ല രാജകുമാരിയുടെയും പ്രണയം ആരംഭിക്കുന്നത്. ടൈംസ് രാജാവിന് തന്റെ രാജ്യത്തോടുള്ള അതേ സ്നേഹം തന്നെ ഫ്ലോറല്ലയോടും ഉണ്ടായിരുന്നു. പൂക്കളോട് ഏറെ ഇഷ്ടമുണ്ടായിരുന്ന ഫ്ലോറല്ല രാജകുമാരിക്ക് ഇത് മനസ്സിലാക്കിയ ടൈംസ് രാജാവ് ഫ്ലോറല്ലയ്ക്ക് വേണ്ടിയിട്ട് ആരെയും കണ്ണൻ ചെമ്പിക്കുന്ന പൂക്കളാൽ അലങ്കരിച്ച ഒരു മന്ദിരം തന്നെ ഉണ്ടാക്കി. മിക്ക സമയവും ആ പൂന്തോട്ടം പരിപാലിച്ചും അവിടേക്ക് വരുന്ന പക്ഷികളോടും പൂമ്പാറ്റകളോടും പിന്നാലെ നടന്ന് പാട്ടുപാടിയും രസിക്കുക ഫ്ലോറല്ലയുടെ പതിവായിരുന്നു. ടൈംസ് രാജാവും തന്റെ ഒഴിവു സമയം ഫ്ലോറല്ല രാജകുമാരിയോടൊപ്പം ചിലവഴിക്കാനായി ആ മന്ദിരത്തിൽ എത്തുമായിരുന്നു. പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഫ്ലോറല്ല ഗർഭിണിയായി. പിന്നീടുള്ള 10 മാസക്കാലം തന്റെ കുട്ടിക്ക് വേണ്ടിയുള്ള വസ്ത്രങ്ങൾ തുന്നിക്കൊണ്ടിരുന്നു, കൂടെ പാട്ടുപാടിയും. അങ്ങനെ ഒരു മഞ്ഞുകാലം വന്നെത്തി. ടൈംസ് രാജ്യം മഞ്ഞിനാൽ മൂടപ്പെട്ടു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ജനലിനരികിൽ ഇരുന്ന് ഉടുപ്പുകൾ തുന്നുമ്പോൾ സൂചിനാൽ ഫ്ലോറല്ലയുടെ കൈ മുറിയുകയും രക്തം വരികയും ചെയ്തു. ആ രക്തത്തുള്ളികൾ ജനലിനരികിൽ വീണ് കിടക്കുന്ന മഞ്ഞിൽ വീണപ്പോൾ അത് കാണാൻ വല്ലാത്ത ഭംഗി തോന്നി. എന്തോ ചിന്തിച്ച ഫ്ലോറല്ല തന്റെ അടുത്തു നിൽക്കുന്ന ടൈംസ് രാജാവിനോടായി പറഞ്ഞു, അല്ലയോ ടൈംസ്, ഈ തൂവെള്ള നിറത്തിലുള്ള മഞ്ഞിൽ ചുവന്ന രക്തത്തുള്ളികൾ കാണാൻ എന്തൊരു ഭംഗി അല്ലേ? നമുക്ക് പിറക്കാനിരിക്കുന്ന കുട്ടിയും ഇതുപോലുള്ള തൂവെള്ള നിറമുള്ള ശരീരവും ചുവന്ന ചുണ്ടുകളും ഉള്ളതാണെങ്കിൽ എന്തു ഭംഗിയായിരിക്കും. ഇത് കേട്ട രാജാവ് ഫ്ലോറല്ലയോടായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, തന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ. അതും പറഞ്ഞുകൊണ്ട് രാജാവ് അവളുടെ തലയിൽ കൈ കൊണ്ട് തട്ടിയിട്ടു പോയി. ഫ്ലോറല്ല ചിരിച്ചുകൊണ്ട് നിന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു വസന്തകാലമെത്തി. വസന്തകാലത്തിലെ സുഖമുള്ള പ്രഭാതത്തിൽ ഒരു കുഞ്ഞു രാജകുമാരിക്ക് ഫ്ലോറല്ല ജന്മം നൽകി. ആ കുട്ടിക്ക് മിറാണ്ട എന്ന പേര് നൽകി. ഈ വാർത്ത അറിഞ്ഞ ആ രാജ്യത്തിലെ ആളുകൾക്കെല്ലാവരും സന്തോഷിച്ചു. പലരും മൂല്യമേറിയ സമ്മാനങ്ങളുമായി കുഞ്ഞു മിറാണ്ട രാജകുമാരിയെ കാണാനെത്തി. എല്ലാവരും മിറാണ്ടയുടെ ആരോഗ്യത്തിനും നീണ്ട ആയുസ്സിനും നല്ല ജീവിതത്തിനും വേണ്ടി ആശീർവദിച്ചു. എന്നാൽ ദുഷ്ടയായ ഒരു മന്ത്രവാദി കുഞ്ഞു രാജകുമാരിയെ കാണാൻ വരികയും അവളെ ശപിക്കുകയും ചെയ്തു. ആ മന്ത്രവാദി ഇങ്ങനെ പറഞ്ഞു, നീ സുന്ദരിയാണ്, നിന്റെ സൗന്ദര്യം കൂടിക്കൂടി വരും, നിന്റെ ബാല്യം സുന്ദരമാണ്, നിന്റെ കുസൃതികൾ ഈ കൊട്ടാരത്തെ ചിരിപ്പിക്കും,
നിനക്കും നിന്റെ അമ്മയെ പോലെ പാട്ടുകൾ പാടാൻ കഴിയട്ടെ. എന്നാൽ നിന്റെ ബാല്യം തീർന്ന് നീ 18-ാം വയസ്സിലേക്ക് കടക്കുന്ന പൂർണ്ണചന്ദ്രൻ ഉദിക്കുന്ന ദിവസം ഒരു ചർക്കയുടെ സൂചി കുത്തേറ്റ് നീ നീണ്ട ഉറക്കത്തിലേക്ക് വീഴും. ഇതും പറഞ്ഞ് ആ ദുഷ്ടയായ മന്ത്രവാദി അവിടെ നിന്നുപോയി. ഇത് കേട്ട രാജാവിനും രാജ്ഞിയും വല്ലാതെയായി. നല്ലവനായ രാജാവ് പക്ഷേ ആ ദുഷ്ടയായ മന്ത്രവാദിയെ ഉപദ്രവിക്കാനൊന്നും പോയില്ല. പകരം മിറാണ്ട രാജകുമാരിയുടെ നന്മക്കായി അവർ പ്രാർത്ഥിച്ചു. അങ്ങനെ കാലം കുറെ കഴിഞ്ഞുപോയി. രാജകുമാരി വളർന്നു വലുതായി. സുന്ദരിയായ രാജകുമാരിയെ എല്ലാവരും ഇമവെട്ടാതെ നോക്കിക്കൊണ്ടിരുന്നു. രാജകുമാരി എന്നും തന്റെ പൂന്തോട്ടത്തിൽ പോയി കളിക്കുകയും പാട്ടുപാടുകയും ഡാൻസ് ചെയ്യുകയും പതിവായിരുന്നു. ഒരു ദിവസം രാജകുമാരിയെ ശപിച്ച മന്ത്രവാദി അവളുടെ കുസൃതികൾ കാണാനിടയായി. ആദ്യ നോട്ടത്തിൽ തന്നെ രാജകുമാരിയുടെ കുസൃതികൾ മന്ത്രവാദിക്ക് ഇഷ്ടമായി. പിന്നീട് അങ്ങോട്ട് രാജകുമാരിയുടെ കുസൃതികൾ കാണാൻ മന്ത്രവാദി പൂന്തോട്ടത്തിന്റെ അടുത്തുള്ള മരത്തിൽ വന്ന് ഇരിക്കുമായിരുന്നു. പിന്നീട് രാജകുമാരി മന്ത്രവാദിയുമായി കൂട്ടുകൂടുകയും മന്ത്രവാദിയോടൊപ്പം ഡാൻസ് കളിക്കുന്നത് പതിവാക്കുകയും ചെയ്തു. മന്ത്രവാദി താൻ അറിയാതെ എപ്പോഴോ രാജകുമാരിയെ വളരെയധികം സ്നേഹിച്ചു. കാലങ്ങൾ കഴിഞ്ഞുപോയി. ഒരിക്കൽ മരക്കൊമ്പിലിരുന്ന് മിറാണ്ടയുടെ കുസൃതികൾ കണ്ടിരിക്കുമ്പോഴാണ് അവളുടെ ബാല്യം തീരാറായ കാര്യം മന്ത്രവാദി ഓർക്കുന്നത്. താൻ അവളുടെ മേൽ വർഷിച്ച ശാപത്തെ കുറിച്ചോർത്ത് മന്ത്രവാദി പശ്ചാത്തപിച്ചു. മന്ത്രവാദി തന്റെ മുഴുവൻ ശക്തികളും ഉപയോഗിച്ച് താൻ കൊടുത്ത ശാപം തിരിച്ചെടുക്കാനായി ശ്രമിച്ചു. പക്ഷേ മന്ത്രവാദിക്ക് അതിന് കഴിഞ്ഞില്ല. ശാപമോക്ഷത്തിനായി പല വഴികളും തേടിയ മന്ത്രവാദി അവസാനം ഒരു മാർഗം കണ്ടെത്തി. അത് മറ്റൊന്നുമല്ല, കടൽ കടന്നൊരു സുന്ദരനായ യുവരാജകുമാരൻ വരണമെന്നും അവളെ കുറിച്ചറിഞ്ഞ രാജകുമാരൻ അവളെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും എന്നിട്ട് അവളെ ചുംബിക്കുകയും ചെയ്താൽ മാത്രമേ ഈ ശാപത്തിൽ നിന്ന് മോക്ഷം കിട്ടൂ എന്ന് മന്ത്രവാദി മനസ്സിലാക്കി. വർഷങ്ങൾ ഏറെ കടന്നുപോയി. മിറാണ്ട തന്റെ 18-ാം വയസ്സിലേക്ക് കടക്കാൻ തുടങ്ങി. ആ സമയം മായപ്പോഴേക്കും അവളുടെ മാതാപിതാക്കൾ ആ നാട്ടിലുള്ള എല്ലാ ചർക്കകളും തങ്ങളുടെ മകളുടെ സുരക്ഷയ്ക്കായി കാട്ടിലെ മരക്കോട്ടകളിലായി അടച്ചുവെച്ചു. മകളുടെ 18-ാം പിറന്നാളിനായി അവർ കാത്തിരുന്നു. പക്ഷേ എന്തു പറയാൻ, വിധിയെ തടുക്കാൻ കഴിയില്ലല്ലോ. ഒരു ദിവസം നമ്മുടെ രാജകുമാരി പാട്ടുപാടി പൂന്തോട്ടത്തിന്റെ അരികിലുള്ള ഇടവഴിയിലൂടെ നടന്ന് പഴയ സാധനങ്ങൾ സൂക്ഷിക്കുന്ന കൂടാരത്തിലെത്തിപ്പെട്ടു. അവിടെ കണ്ട അമൂല്യമായ വസ്തുക്കൾ പരിശോധിച്ചു കൊണ്ടിരിക്കെ ആരുടെയോ ശ്രദ്ധയിൽപ്പെടാതിരുന്ന ഒരു ചാർക്കയിൽ മിറാണ്ടയുടെ കൈ തട്ടി. ചാർക്കയുടെ സൂചി കയ്യിൽ കുത്തിയ രാജകുമാരി നീണ്ട ഉറക്കത്തിലേക്ക് വീണു. ഇതറിഞ്ഞ രാജാവ് ദുഃഖിതനായി. പിന്നീട് അങ്ങോട്ട് രാജാവ് ഭരണകാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെയായി. മകളെ കുറിച്ചുള്ള ചിന്ത രാജാവിനെ വേട്ടയാടി. പല പണ്ഡിതന്മാരും കൊട്ടാരത്തിൽ വന്നു രാജകുമാരിയെ ചികിത്സിച്ചു നോക്കി. പക്ഷെ ഫലം കണ്ടില്ല. രാജകുമാരിക്ക് സംഭവിച്ച ഈ വാർത്ത കാട്ടുതീ പോലെ പടർന്നു എല്ലായിടത്തും എത്തി. അങ്ങനെയിരിക്കെ ഒരു ചെറുപ്പക്കാരനായ യുവരാജാവ് കടല് കടന്ന് ടൈബീസിൽ എത്തുന്നത്. ശരിക്കും അദ്ദേഹം ടൈബീസ് ലക്ഷ്യമാക്കി വന്നതല്ല. പക്ഷേ അദ്ദേഹം വരുന്ന വഴിയിൽ പലരും മിറാണ്ട രാജകുമാരിയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്നതായി കേട്ടു. അപ്പോൾ യുവരാജാവിലും ഒരു മോഹം, മിറാണ്ടയെ ഒന്ന് കാണണം എന്ന്. എന്നാൽ ടൈബീസിൽ എത്തിയപ്പോൾ കഥ മാറി മറിഞ്ഞു. രാജകുമാരി നീണ്ട ഉറക്കത്തിലാണ്. യുവരാജാവ് രാജകുമാരിയെ കാണാതെ തിരികെ പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ എന്തോ ചിന്തിച്ചുകൊണ്ട് യുവരാജാവ് പറഞ്ഞു, ഇത്രയും ദൂരം വന്നതല്ലേ,
ഉറങ്ങുകയാണെങ്കിലും എന്താ, കണ്ടുകൂടെ? അങ്ങനെ അദ്ദേഹം കൊട്ടാരം ലക്ഷ്യമാക്കി തന്റെ വെള്ള കുതിര പുറത്തു പാഞ്ഞു. വഴിയിൽ കണ്ട ആളുകളോട് യുവരാജാവ് വഴി ചോദിച്ചു. അവസാനം അദ്ദേഹം കൊട്ടാരത്തിലെത്തി. ടൈംസ് രാജാവിനെ കണ്ടു സംസാരിച്ചു. ടൈംസ് രാജാവിന്റെ വിഷമം മനസ്സിലാക്കിയ യുവരാജാവ് പിന്നീട് രാജകുമാരിയുടെ അരികിലേക്കായി നടന്നു. മനോഹരമായി അലങ്കരിച്ച മിറാണ്ടയുടെ റൂമിന്റെ കർട്ടൻ നീക്കിക്കൊണ്ട് യുവരാജാവ് അകത്തേക്ക് കടന്നു വന്നു. മിറാണ്ട രാജകുമാരി കട്ടിലിൽ ഉറങ്ങുകയാണ്. രാജകുമാരിയെ കണ്ട യുവരാജാവിന് അവളോട് വല്ലാത്തൊരിഷ്ടം തോന്നി. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു: ആളുകൾ പറഞ്ഞതിലും അപ്പുറമാണ് മിറാണ്ട നിന്റെ സൗന്ദര്യം. നിന്റെ ഉറക്കത്തിന് പോലും ഉണ്ടല്ലോ ഈ സൗന്ദര്യം. ഇത് പറഞ്ഞ് യുവരാജാവ് മിറാണ്ടയുടെ നെറ്റിയിൽ ചുംബിച്ചു. ആത്മാർത്ഥതയുള്ള ചുംബനമായത് കൊണ്ട് തന്നെ ആ നീണ്ട ഉറക്കത്തിൽ നിന്ന് രാജകുമാരി കണ്ണുകൾ തുറന്നു. അത്ഭുതപ്പെട്ട യുവരാജാവ് തന്റെ കൈകൾ അവൾക്ക് നേരെ നീട്ടി. യുവരാജാവിന്റെ കൈ പിടിച്ച് അവൾ എഴുന്നേറ്റിരുന്നു. യുവരാജാവ് തന്റെ കയ്യിൽ കരുതിയ റോസാപ്പൂ മിറാണ്ടയ്ക്കായി നീട്ടി. സന്തോഷത്തോടെ രാജകുമാരി അത് സ്വീകരിച്ചു. പിന്നീട് യുവരാജാവിന്റെ കൈ പിടിച്ചുകൊണ്ട് മിറാണ്ട രാജകുമാരി കൊട്ടാരത്തിന്റെ പ്രധാന മന്ദിരത്തിലേക്ക് നടന്നു നീങ്ങി. സൂര്യന്റെ വെളിച്ചത്താൽ മന്ദിരമാകെ വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു. അതിലെ പവിഴ മുത്തുകൾ പോലെ മിറാണ്ട രാജകുമാരിയും യുവരാജാവും നടന്നു നീങ്ങി. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഇതുപോലുള്ള കഥകൾ ഇനിയും കേൾക്കാൻ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത കഥയുമായി വരുന്നത് വരെ ബൈ.